ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാദ്രോവ് ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. നാളെ നടക്കുന്ന 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം റഷ്യയിലെത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം നാളെ സംവദിക്കും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും സുപ്രീം കോടതി നിർദ്ദേശം. കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോടും കോടതി ആവശ്യപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ്. ജൽജീവൻ പദ്ധതി നടത്തിപ്പിലെ അപാകതകൾ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സഭാ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഉപക്ഷേപത്തിനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ജമ്മുകശ്മീരിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 4 ജവാന്മാർ വീരമൃത്യു വരിച്ചതായി റിപ്പോർട്ട്. കത്വ ജില്ലയിലെ വിദൂര പ്രദേശമായ മച്ചേദിയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് കൂടുതൽ സേന സ്ഥലത്തെത്തി. പ്രദേശം വളഞ്ഞ സൈന്യം തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കൈവശരേഖ അനുവദിച്ചിട്ടും ഭൂമിയിൽ താമസിക്കാത്തവരുടെ കൈവശരേഖ റദ്ദു ചെയ്യുന്നതിനായി സർക്കാർ ഉത്തരവായി. താമസമാക്കാത്തവർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ വ്യക്തമായ മറുപടി നൽകാത്ത 303 പേരുടെ ഭൂമി റദ്ദു ചെയ്യുന്നതിനായി കണ്ണൂർ ITDP പ്രൊജക്ട് ഓഫീസർ ശുപാർശ ചെയ്തിരുന്നു. കൈവശരേഖ റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഗുണഭോക്താക്കൾ ജൂലൈ 5 മുതൽ 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വച്ഛതാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ശുചിത്വത്തിലേക്കുള്ള സുസ്ഥിരമായ മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മന്ത്രി ചടങ്ങിൽ വിശദീകരിച്ചു. LPG മസ്റ്ററിംഗിന് വാർഡ് തലത്തിൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തയച്ചു. ഗ്യാസ് ഏജൻസികളിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കും ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വാർഡ് തലത്തിലും അക്ഷയ കേന്ദ്രങ്ങളിലുമായി പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നാണ് കത്തിലെ ആവശ്യം. എല്ലാ ഭാഷകളും സംസ്കാര വാഹിനികളാണെന്നും മാതൃഭാഷയോടൊപ്പം സമ്പർക്ക ഭാഷ എന്ന നിലയിൽ ഹിന്ദിയും പഠിക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഹിന്ദി പ്രചാര സഭയുടെ 2023-24 വർഷത്തെ ബിരുദ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത് വിജ്ഞാന വികസനത്തോടൊപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. വൈദ്യുത വാഹനങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമിന്റെ കണ്ടുപിടുത്തത്തിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന് പേറ്റന്റ് ലഭിച്ചു. വൈദ്യുത മോട്ടോർ വാഹനങ്ങളിൽ സാധാരണ രീതിയിലുള്ള പൾസ് വിഡ്ത്ത് മോഡുലേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച കാര്യക്ഷമത ഉറപ്പാക്കുന്ന കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. വാഹനങ്ങളുടെ ഫലപ്രദമായ നിയന്ത്രണത്തിനും പരമാവധി കാര്യക്ഷമതയ്ക്കും ബാറ്ററി കൂടുതൽ കാലം ഉപയോഗിക്കുന്നതിനും ഇത് സഹായിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് മാസത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന്റെ 61ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന് പുറമെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മികച്ച കിഴങ്ങ് വിള കർഷകരെയും ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ചടങ്ങിൽ ആദരിക്കും. മൂന്നാറിലെ ലക്ഷ്മിവിരിപ്പാറയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പ്രദേശവാസികൾ പുലിയെ കണ്ടത്. വിഷയത്തിൽ പ്രദേശവാസികൾ വനംവകുപ്പ് ഇടപെടൽ ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.